നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് റോഡ് നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനിടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രധാന കേബിളുകൾ പൊട്ടി. ജില്ലയിൽ ഇന്റർനെറ്റ് വിതരണത്തിൽ നേരിയ തടസ്സം. നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചത് തൃക്കൂർ കരുവന്നൂർ സ്വദേശികൾ. കോഴിക്കോട് സ്പർശ ഗോൾഡിൽ നിക്ഷേപ തട്ടിപ്പിനിരയായെന്നാരോപിച്ച് ഉടമയുടെ തൊട്ടിപ്പാളിലെ വസതിയിലേക്ക് നിക്ഷേപകരുടെ പ്രതിഷേധം. പുതുക്കാട് ദേശീയപാതയിൽ അപകടക്കെണിയായി കുഴികൾ. കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികന് സാരമായി പരിക്ക്. പുതുക്കാട് കാഞ്ഞുപാടത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. ചിമ്മിനിയിൽ നിന്നുള്ള AB കേബിളുകളും വൈദ്യുത ലൈനുകളും പൊട്ടി. പുതുക്കാട് SN പുരം ഫ്രണ്ട്സ് റോഡ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. റോഡ് നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനിടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രധാന കേബിളുകൾ പൊട്ടി. പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. ഇതോടെ തൃശൂർ ജില്ലയിലേക്കുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ എല്ലാം ഡൗൺ ആയി. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രിയോടെ തന്നെ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. BSNLന്റെ ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുള്ള ഫൈബർ ലൈനുകളും പൊട്ടിയിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ ഇന്റർനെറ്റ് വിതരണത്തിൽ നേരിയ തടസ്സം നേരിട്ടു. പലയിടത്തും ബ്രോഡ്ബാൻഡ് സർവീസുകൾ വേഗം കുറയുന്ന പ്രശ്നമാണ് ഉണ്ടായിട്ടുള്ളത്. നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ തൃക്കൂർ സ്വദേശിയുടെയും കരുവന്നൂർ സ്വദേശിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. പള്ളിയറ കുന്നത്തുവളപ്പിൽ വേലുക്കുട്ടിയുടെയും ഭാനുമതിയുടെയും മകൻ 49 വയസ്സുള്ള ബിനോജ്, ചെറിയപാലം മുതിരപ്പറമ്പിൽ സജിൽ എന്നിവരാണ് മരിച്ചത്. ബോട്ട് മുങ്ങിയ സ്ഥലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. 5 പേർ അടങ്ങുന്ന സംഘം പാടത്തെ വളർത്തുമീനുകൾക്ക് തീറ്റ കൊടുക്കാൻ പോകുന്നതിനിടെ ബോട്ട് മുങ്ങുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ജീവനക്കാരായ നിഷാദ്, ഗിരീഷ്, മീൻ വളർത്തൽ കരാറുകാരൻ സുനിൽ എന്നിവർ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ 2 പേർക്കായി വെള്ളിയാഴ്ച രാത്രി വൈകിയും അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ പിന്മാറേണ്ടി വന്നു. ശനിയാഴ്ച രാവിലെ പുനരാരംഭിച്ച തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ബിനോജിന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് മതിക്കുന്ന് ശാന്തി തീരത്ത് നടക്കും. കോഴിക്കോട് സ്പർശ ഗോൾഡിൽ നിക്ഷേപ തട്ടിപ്പിനിരയായെന്നാരോപിച്ച് ഉടമയുടെ തൊട്ടിപ്പാളിലെ വസതിയിലേക്ക് നിക്ഷേപകരുടെ പ്രതിഷേധം. സ്വർണ്ണാഭരണ നിക്ഷേപ പദ്ധതിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചാണ് സ്പർശ ജ്വല്ലറി ഉടമകൾക്കെതിരെ നിക്ഷേപകർ രംഗത്തെത്തിയിരിക്കുന്നത്. തൊട്ടിപ്പാൾ സ്വദേശി രാകേഷ് എന്നയാൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പ്രതിഷേധത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സെക്രട്ടറി സലീം, ജോയിന്റ് സെക്രട്ടറി ജെയ്സൺ, പ്രസിഡന്റ് സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് ഷൈജു, ട്രഷറർ ഷാബിറ സജിൻ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് സ്വദേശികളായ സ്ത്രീകളടക്കമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചാൽ ലാഭം തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പിന്നീട് പണം നൽകാതെ നിക്ഷേപകരെ കബളിപ്പിക്കുകയും ആയിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. 25 വർഷമായിട്ട് KR ജ്വല്ലറി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ 3 പേരടങ്ങണ സംഘം എൻ്റെ ഷോപ്പിലെത്തിയിട്ടാണ് ഈ സ്പർശ ഗോൾഡ് പരിചയപ്പെടുത്തുന്നതും ഇതിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണതും. അതിന് തൊട്ട് തന്നെ ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്തോടം ഷോപ്പ് തുറക്കുകയോ അതിലൂടെ ഇത് കോഴിക്കോടത്തെ മാത്രമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ അതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണം വെച്ചാൽ കഴിഞ്ഞ മാർച്ചിൽ തൊട്ടിട്ട് ഇവർ തരുന്ന ക്യാഷൊന്നും വരുന്നില്ല, ഗോൾഡ് എടുക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ട ആളുകളാണ് വാടക കൊടുക്കുന്നത്. ബാങ്ക് ലോൺ എടുത്ത ആളുകൾ, ക്യാൻസർ ബാധിച്ച ആളുകൾ, ഓരോ അസുഖങ്ങൾ, ഓട്ടിസം ബാധിച്ച കുട്ടി, അപസ്മാരം ഇളകി വീണ്, ഇങ്ങനെ മരുന്ന് മേടിക്കാൻ 10 പൈസ ഇല്ലാത്ത ആളുകളെ പറഞ്ഞത് എന്താ വെച്ചാൽ പാവങ്ങളെ പൈസ വാങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാവങ്ങളോട് സംസാരിച്ചിട്ട് അവർ 1,50,000 ഒക്കെ ഇട്ടിട്ട് ഈ പൈസ ആദ്യം വരെ ആളുകൾക്ക് കൊടുത്ത് പുതിയ പൈസ കഴിഞ്ഞ മാർച്ചിൽ ഇത് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, മാസ്റ്റർ നിർത്താൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പുതിയ ആളുകളോട് കുറേ പൈസ വാങ്ങിയിട്ട് ശേഷം പിന്നെ ഫ്രീസായി, അക്കൗണ്ട് ഫ്രീസായി എന്നാണ്.
പറഞ്ഞത്. പിന്നെ ഓരോരോ ഡേറ്റ്, കാരണം ഞാൻ അവരെ രണ്ടാളെ, ഈ ഏട്ടനെയും അഞ്ചനെയും ഞാൻ കണ്ടത് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ മാതിരി അവരെ കൂടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടും വന്നിട്ടും പോയിട്ടും ഒക്കെ എല്ലാവരുമായിട്ട് ഓരോ റിസോർട്ടിലും ഇവർ ഓരോ മീറ്റിംഗ് നടത്തും. ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകൾ അതിൽ വരും, ജോയിൻ ചെയ്യും. പല നാട്ടിലും, കണ്ണൂരും കാസർഗോഡും കാഞ്ഞങ്ങാടും തലശ്ശേരിയും വടകരയും കോഴിക്കോടും എറണാകുളം തൃശ്ശൂരും എല്ലാ സ്ഥലങ്ങളിലുള്ള ആളുകളും പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ ദ്രോഹിക്കാനോ ഒന്നിനല്ല, നമ്മൾ ഈ പാവങ്ങളെ പൈസ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു തരണം, ഇതിന് മാത്രമാണ് മുന്നിട്ടിറങ്ങിയത്. അല്ലാണ്ട് അവരെ മേലേക്ക് ഒന്നിനും പോകാനല്ല. അവർ പല ഭീഷണിയാണ് തരുന്നത്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഈ സ്പർശ ഗോൾഡ് ഡയമണ്ട് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജ്വല്ലറികൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാരിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരെ കണ്ണീരിലേക്ക് അയറ്റി വിടുന്നൊരു സിസ്റ്റത്തിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ മൊത്തം നമുക്ക് 350 കോടിയോളം ഇവർ പറ്റിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് നമ്മൾ തിരിച്ചു ചോദിച്ചപ്പോഴൊക്കെ പല കാരണങ്ങളും പറഞ്ഞായിട്ട് ഇങ്ങനെ നേരം വയ്ക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ജ്വല്ലറിയിൽ നിക്ഷേപിച്ച ഫണ്ട് വരെ അവർ ഒരു മാസം മുമ്പ് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവർ പറഞ്ഞത് എനിക്ക് കിട്ടും പോലെ വാങ്ങിക്കൊള്ളണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കിട്ടും പോലെ വാങ്ങുന്ന പറഞ്ഞിട്ട് നമ്മൾ ജനകീയമായിട്ട് എല്ലാവരും കൂട്ടിച്ചേർത്തും കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇവൻ്റെ വീട്ടിൽ വന്നതായിട്ട് ഒരുപാട് ആൾക്കാർ, അതിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതാക്കിയ ആൾക്കാരുണ്ട്, മരണപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ ദുരന്തങ്ങൾ നമുക്ക് മാറ്റിയെടുക്കണം വെച്ചാൽ അവൻ്റെ അടുത്തുനിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഫണ്ട് തിരിച്ച് കിട്ടിയേ മതി. അവനിപ്പോൾ പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി, പുതിയൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് റോയൽ കാസിനോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് വെറും 3 മാസം കൊണ്ട് 17 കോടി റുപ്യോളം ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്നിട്ട് എന്താ വെച്ചാൽ അവർ പറഞ്ഞ വർത്തമാനത്തിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിലായാലും മറ്റുള്ള കാര്യത്തിലായാലും അവൻ പണം കൊടുത്ത് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പല സ്റ്റേഷനിലും ഒരു വർഷമായിട്ട് നമ്മൾ പല സ്റ്റേഷനിലും പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നിയമ നടപടി കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത നടപടി കാര്യങ്ങളിലേക്ക് എല്ലാ സ്റ്റേഷനിലും പോയിട്ട് നമ്മൾ FIR തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ സ്വാധീനം വെച്ചിട്ട് ഇപ്പം പല കാര്യങ്ങളും ചെയ്ത് നമുക്കെതിരെ കൊട്ടേഷൻ വരെ ഇവൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിലെ പിന്നെ മകളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് മകൾക്ക് കൊടുത്ത സ്വർണം വീട്ടിലാരും അറിയാതെ അവളത് വിറ്റിട്ട് ഏജൻറ്റിന് കൊണ്ടുപോയി കൊടുത്ത് 2.5 ലക്ഷം രൂപ. അപ്പോൾ അവളെ ഭർത്താവ് അവളെടുത്ത് അവളെ സ്വർണം ചോദിച്ചപ്പോൾ പിന്നെ അവളൊന്നും പറയാതായി, പ്രശ്നമായി. മകളെ വീട്ടിൽ കൊടുന്നാക്കിയപ്പോൾ മാനസികമായ അച്ഛനാണ്, അസുഖത്തിൻ്റെ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛന് ടെൻഷനായിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു. ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിലെ റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികന് സാരമായി പരിക്കേറ്റു. തിരുവനന്തപുരം സ്വദേശി ഫൈസലിനാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കുഴിയിൽ വീണ് സ്കൂട്ടർ മറിഞ്ഞതോടെ ഹാൻഡിൽ തട്ടി നെഞ്ചിന് പരിക്കേറ്റു. ഫൈസലിന്റെ തൊട്ടുപിന്നിൽ വരികയായിരുന്ന സുഹൃത്തും സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റി. ഇപ്പൊ ഈ കുഴിയിൽ വീണിട്ട് ഛേദമുണ്ടായിരിക്കുന്നത് എനിക്കാണ്. അപ്പോൾ എൻ്റെ നെഞ്ചിലെ എല്ല് ഫ്രാക്ചർ ഉണ്ടെന്നാണ് ഇപ്പം ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞത്. അപ്പോൾ ബസ്സിൽ പോകണ്ട, ഒരു കാറ് പിടിച്ച് പോകുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഈ കുഴികൾ പരിപാടികളൊക്കെ ഒന്ന് മൂടാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായി. കാരണം നമ്മൾ ഈ റോഡ് ടാക്സും ഈ പരിപാടിയും തേങ്ങാക്കൊലയൊക്കെ കൊടുത്ത് നമ്മൾ പോവുകയല്ലേ. എന്നിട്ട് ഇവന്മാരെന്തിനാണ് ഈ റോഡ് മൊത്തം ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടിട്ട് ഇതൊന്നും നോക്കാനായിട്ട് ആരുമില്ല. രാവിലെ ഞാൻ അവിടെ നിന്ന് നല്ല റോഡായിരുന്നു, ഏതാണ്ട് ഒരു 50 സ്പീഡിലാണ് ഞാൻ വന്ന് എനിക്ക് കുഴി കണ്ടിട്ട് 1-2 കുഴിയാണെങ്കിലും കുഴപ്പമില്ല, ഇത് നേരെ നിരത്തി ഇങ്ങനെ കുഴികൾ കിടക്കുക. അപ്പോൾ വണ്ടി വീണേ പറ്റൂ. വണ്ടി വീണു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗ്ലാസ് കയറി എൻ്റെ നെഞ്ചിലിടിച്ചിട്ട് എൻ്റെ എല്ല് ചെറിയൊരു ഫ്രാക്ചറാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് CT സ്കാനൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:10 ഉണ്ടായത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോകുന്ന വഴി ഈ റോഡ്. ഇപ്പോൾ ഇവിടെ ഒരു താലൂക്ക് ഹോസ്പിറ്റലാണ് പോയത്. വളരെ പരിതാപകരമായിരുന്നു ആ ഹോസ്പിറ്റലും. KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്തെത്തുമ്പോഴാണ് കുഴികൾ യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്.
ദേശീയപാതയിലെ കുഴികൾ മൂലം നിരവധി യാത്രക്കാർ അപകടഭീതിയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കുഴികൾ അടച്ച് അപകടക്കെണി ഒഴിവാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. പുതുക്കാട് ചുങ്കം റോഡിലെ കാഞ്ഞുപാടത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പറപ്പുള്ളി ലാലുവിന്റെ ഉടമസ്ഥയിലുള്ളതാണ് വാഹനം. വാനിന് കേടുപാടുകളുണ്ട്. ശനിയാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. ചിമ്മിനി ഡാമിൽ നിന്നും KCB പുതുക്കാട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന AB കേബിളുകളും വൈദ്യുത ലൈനുകളും പൊട്ടിയ നിലയിലാണ്. അപകടം നടക്കുന്ന സമയത്ത് മറ്റു വാഹനങ്ങളോ ആളുകളോ എത്താതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. പുതുക്കാട് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചു മാറ്റിയാണ് മേഖലയിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. KCB അധികൃതരും സ്ഥലത്തെത്തി. റോഡരികിൽ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം. ശനിയാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം. പൊറത്തിശ്ശേരി പുറത്തൂറച്ചിറ ക്ഷേത്രത്തിന് സമീപത്തായിരുന്നു മിന്നൽ ചുഴലി ആഞ്ഞു വീശിയത്. കനത്ത കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. വള്ളൂപ്പറമ്പിൽ രാമൻ എന്നയാളുടെ വീടിന്റെ മുകളിലായി സ്ഥാപിച്ചിരുന്ന ട്രസ് പറന്നുപോയി. വാട്ടർ ടാങ്കും പാരപ്പറ്റുമെല്ലാം തകർന്നു. മണപ്പെട്ടി കമല ബാലകൃഷ്ണന്റെ വീടിന്റെ മുകളിലേക്ക് അടുത്ത വീട്ടിലെ മാവിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണ് ഓടിട്ട വീടിന്റെ അടുക്കളയും ഡൈനിങ് ഹാളും തകർന്നു. പോട്ടയിൽ മുരളിയുടെ വീട്ടുവളപ്പിലെ മാവിന്റെ ചില്ല ഒടിഞ്ഞ് വീടിന്റെ മുകളിലേക്ക് വീണ് ട്രസ്സിന് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി ജാതിമരങ്ങളും തേക്കുമരങ്ങളും മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കാറ്റിൽ ഒടിഞ്ഞു വീണു. പുലർച്ചെ ഒരു 2 മണിക്ക്, ഏകദേശം 2 മണി സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റിൽ നമ്മുടെ വാർഡിൽ പൊറത്തിശ്ശേരി തച്ചപ്പള്ളി റോട്ടിൽ ഒരു 3 വീട്ടിലായിട്ട് ഗംഭീര മഴയുണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. കാറ്റിൽ വീടിൻ്റെ ഷീറ്റ് താഴേക്ക് വീണു. വാട്ടർ ടാങ്ക് പൊളിഞ്ഞു. പിന്നെ ആ വീട്ടിൽ തന്നെ ഒരുപാട് മരങ്ങൾ നശിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ വീടായാലും ഇപ്പോൾ മണപ്പെട്ടി പ്രേംസൻ്റെ വീട്, അവരുടെ വീട്ടിലിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് മരം വീഴുകയും ചെയ്തു. മരം വീണ് കിച്ചൺ പോയി, ഹോളും അതെ മൊത്തം പോയി. വെള്ളം ഇപ്പോൾ ഉള്ളിലാണ്. പിന്നെ വരുന്നത് കോട്ടയിൽ മുരളീച്ചേട്ടൻ്റെ വീട്ടിൽ, അവിടെ അതെ ഷീറ്റുമ്മയ്ക്ക് മൊത്തം വീണിട്ടുണ്ട്, മരങ്ങൾ വീണിട്ടുണ്ട്, ജാതി വീണിട്ടുണ്ട്. പിന്നെ ജോയി ഏട്ടൻ്റെ വീട്ടിലും വീണിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഉറക്ക, ഭയങ്കര ശബ്ദത്തോടുള്ള കാറ്റും മഴ ഇല്ല. അപ്പോൾ കാറ്റ് വന്ന് ഭയങ്കര ഒച്ചയും ഇതും. ഞാൻ എന്നിട്ട് എല്ലാം കൂടി എന്നിട്ട് മരം വീണിട്ടാണെന്ന് അറിയില്ലേ. പിന്നെ നേരം വെളുത്ത് വൈകുന്നേരം തന്നെ ഞങ്ങൾ ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ മരം വീണ്. പിന്നെ കറണ്ട് സർവീസ് വയർ പൊട്ടി അപ്പുറത്തെ വീട്ടിലെ മാവണം അത് ഒരു 2-3 കൊല്ലമായിട്ട് പറയുന്നത് അവരോട്. മുനിസിപ്പാലിറ്റി കംപ്ലൈൻ്റ് കൊടുത്തുള്ള 5 വീട്ടുകാർ അവർ മുറിച്ച് കളയാൻ പറഞ്ഞിട്ട് തെങ്ങുണ്ട് ഇനി വരണം. ഒരു തെങ്ങ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അത് മുറിക്ക് വീണാൽ കമ്പി പൊട്ടി. അത് മുറിക്കാൻ അതും ഇനി എന്നാണ് വീണെന്ന് പറയാൻ പറ്റില്ല. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ SN പുരം ഫ്രണ്ട്സ് റോഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PC സുബ്രൻ, ഷാജു കാളിയങ്കര, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ് മഞ്ഞളി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AC സുധീഷ് എന്നിവർ പ്രസംഗിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.7 ലക്ഷം രൂപ ചെലവിലായിരുന്നു നിർമ്മാണം. ഗോളടി തുടർന്ന് വമ്പന്മാർ. പ്രീ ക്വാർട്ടറിൽ മത്സരങ്ങൾക്ക് തുടക്കമാകുന്നതോടെ ലോകകപ്പ് ഫുട്ബോളിൽ ഇനി ഓരോ മത്സരവും തീപ്പാറും. 48 രാജ്യങ്ങൾ കൊമ്പുകോർത്ത ടൂർണമെന്റിന്റെ കിരീട പോരാട്ടത്തിനായി ഇനി അവശേഷിക്കുന്നത് 16 ടീമുകൾ. കേപ്പ് വെർദെ പുറത്തെടുത്ത കടുത്ത പോരാട്ടവീര്യം മറികടന്ന് അർജന്റീന ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കുമ്പോൾ ഈ മത്സരത്തിലും ഗോൾ നേടിയ മെസ്സി ലോകകപ്പ് ചരിത്രത്തിലെ ഏതാനും റെക്കോർഡുകളും സ്വന്തം പേരിലാക്കി. 6 ലോകകപ്പുകളിലായി മെസ്സിയുടെ ഗോൾ നേട്ടം 20ആയി. ഫുട്ബോൾ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു താരം 20 ലോകകപ്പ് ഗോളുകൾ നേടുന്നത്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന സ്വന്തം റെക്കോർഡ് തന്നെയാണ് മെസ്സി തിരുത്തിയത്. കേപ്പ് വെർദെക്കെതിരെയുള്ളത് മെസ്സിയുടെ 30ാം ലോകകപ്പ് മത്സരമായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടവും ഇതോടെ മെസ്സിയുടെ പേരിലായി.
30 ലോകകപ്പ് മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യ താരമാണ് മെസ്സി. ഈ ലോകകപ്പിൽ ഇതോടെ മെസ്സിയുടെ ഗോൾ നേട്ടം 7 ഖത്തർ ലോകകപ്പിലും മെസ്സി 7 ഗോളടിച്ചിരുന്നു. ഇതോടെ തുടർച്ചയായി 2 ലോകകപ്പുകളിൽ 7 ഗോളുകൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടവും മെസ്സി സ്വന്തമാക്കി. തുടർച്ചയായ 8ാം ലോകകപ്പ് മത്സരത്തിലാണ് മെസ്സി ഗോൾ നേടിയിരിക്കുന്നത്. ഇതോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായ 8 മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരമെന്ന നേട്ടവും മെസ്സിക്ക് സ്വന്തം. കഴിഞ്ഞ 8 മത്സരങ്ങളിൽ നിന്നായി 12 ഗോളുകളാണ് മെസ്സി അടിച്ചുകൂട്ടിയത്. ഓരോ ലോകകപ്പ് ആരംഭിക്കുമ്പോഴും ആരായിരിക്കും ഇത്തവണ മികച്ച ഗോൾ സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുക എന്ന ചർച്ച സജീവമാകാറുണ്ട്. നിലവിൽ മെസ്സി, എംബാപ്പെ, എർലിംഗ് ഹാലൻഡ്, ഹാരി കെയ്ൻ തുടങ്ങി വമ്പൻ താരങ്ങളെല്ലാം വരവറിയിച്ചു കഴിഞ്ഞു. 7 ഗോളുമായി മെസ്സി തന്നെയാണ് ഇതുവരെയുള്ള കണക്കുകളിൽ മുന്നിൽ. 6 ഗോളുമായി എംബാപ്പയും 5 ഗോളുമായി ഹാലൻഡും ഹാരി കെയ്നും തൊട്ടു പിന്നിലുണ്ട്. മത്സരങ്ങളുടെ എണ്ണം കഴിഞ്ഞ ലോകകപ്പിനെ അപേക്ഷിച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. ക്ലബ്ബ് തലത്തിൽ ടീമുകൾക്കായി ഗോൾ അടിച്ചു കൂട്ടുന്ന താരങ്ങൾ രാജ്യത്തിനായും ഗോളടി തുടരുന്നത് ടൂർണമെന്റിനെ ആവേശകരമാക്കുന്നുണ്ട്. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് CUP സ്കൂളിൽ അധ്യാപക രക്ഷാകർത്ത ദിനം സംഘടിപ്പിച്ചു. പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജോളി ചുക്കിരി ഉദ്ഘാടനം നിർവഹിച്ചു. MPTA പ്രസിഡന്റ് നമിത സിൻഡോ അധ്യക്ഷയായി. CMC ശാന്തിധാം കൗൺസിലിംഗ് സെന്ററിലെ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ടെസ്ന ജോർജ് കുട്ടികൾ നേരിടുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ക്ലാസ് നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന, PTA പ്രതിനിധി ജോമോൻ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ ചുമത്തി. പൊറത്തിശ്ശേരി കരിവന്നൂർ സ്വദേശി നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീറിനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG T നാരായൺ ആണ് കാപ്പ പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഷമീർ ഇരിങ്ങാലക്കുട, ചേർപ്പ്, വലപ്പാട്, കയ്പമംഗലം, മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസുകളിലും നിരോധിത മയക്കുമരുന്നുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 കേസുകളിലും 3 അടിപിടി കേസുകളിലും അടക്കം 11 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO T ദിലീഷ്, GSCPO തോമാച്ചൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡിയുമായ വല്ലച്ചിറ സ്വദേശിയെ കാപ്പ ഉത്തരവ് ലംഘിച്ചതിന് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ചേരി വലിയ വീട്ടിൽ അക്ഷയാണ് അറസ്റ്റിലായത്. 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI കൃഷ്ണപ്രസാദ്, GSCPOമാരായ സിൻഡി, അജിത് കുമാർ, CPO സുജിത് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഫോട്ടോ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ നോട്ട്സ് ഓഫ് ലൈറ്റ് എന്ന പേരിലുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് കോടാലിയിലുള്ള വിജയകുമാർ മേനോൻ മെമ്മോറിയൽ ഓപ്പൺ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. സീനിയർ ഫോട്ടോഗ്രാഫർ സുനിൽ സപ്പര്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉണ്ണി പുളിക്കൽ, സുനിൽ പുണർക്ക, SK നന്ദിനി, അരവിന്ദൻ ചിത്ര, AC ജയൻ, ശിവൻ തണ്ണാശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഫോട്ടോഗ്രാഫറും ഫോട്ടോ മ്യൂസ് അക്കാദമിക് ഡയറക്ടറുമായ നന്ദകുമാർ മുടാടി ക്യൂറേറ്റ് ചെയ്ത 25 ഫോട്ടോഗ്രാഫുകളാണ് പ്രദർശനത്തിനുള്ളത്. ഫോട്ടോ മ്യൂസിയത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് ഓരോ ആഴ്ചയും ശ്രദ്ധേയമായ കലാമികവും ദൃശ്യഭാഷയും പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന ബെസ്റ്റ് ഓഫ് ദി വീക്ക് പരമ്പരയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന പ്രദർശനം ഈ മാസം 30 വരെ ഉണ്ടാകും. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. മലയാളം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ KM ഭരതൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പും IDET ചെയർമാനുമായ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സഹൃദയ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഡീൻമാരായ പ്രൊഫസർ ഡോക്ടർ J സനിൽ രാജ്, ഡോക്ടർ MB ഷീബ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അറിവിൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത്
അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. ഈ വ്യാഖ്യാനത്തിനപ്പുറത്താണ് വിമർശം എന്ന് പറയുന്നത്. നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനത്തിലൂടെ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥയെ, അതിനെ സംബന്ധിച്ച് നാം രൂപീകരിച്ചിട്ടുള്ള ഒരു അറിവിനെ നമ്മൾ പുതുക്കിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് വിമർശം, ക്രിറ്റീക്ക് ആയിട്ട് മാറിത്തീരും. ചെങ്ങാലൂർ GLP സ്കൂളിൽ സാംസ്കാരിക അക്കാദമി ഉദ്ഘാടനവും ബഷീർ ദിനാചരണവും നടത്തി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് നിർമ്മൽ കുമാർ അധ്യക്ഷത വഹിച്ചു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ സനീഷ് ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ദിവ്യ, PTA വൈസ് പ്രസിഡന്റ് ജൈസൺ ഒല്ലൂക്കാരൻ, മുൻ PTA പ്രസിഡന്റ് KS സജീവൻ, SMC വൈസ് ചെയർമാൻ ശ്രീജിത്ത, അധ്യാപക പ്രതിനിധി രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പാത്തുമ്മ, സുഹറ, മജീദ്, സാറാമ്മ തുടങ്ങിയ ബഷീർ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം നടന്നു. കരാട്ടെ, സ്കേറ്റിംഗ്, ഡാൻസ്, അബാക്കസ് എന്നിവ ഉൾപ്പെടുന്ന സാംസ്കാരിക അക്കാദമി ക്ലാസുകൾക്കും തുടക്കമായി. ഭാരവാഹികൾക്കും എല്ലാവർക്കും ആദ്യമേ തന്നെ എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് സനീഷ് ഉണ്ണികൃഷ്ണൻ. സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, അഭിനേതാവാണ്. സന്തോഷമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക ഉപദേശമൊന്നും പറയാനൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവുക. ചെറുതായിട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ നടക്കുന്ന പോലെ കളിച്ച് തിരിച്ച് തലയിൽ വേറെ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് നടക്കുക. ബാക്കി ഭാരങ്ങളൊന്നും ഇതുപോലെ തന്നെ കളിച്ച് നടക്കുക. ഇപ്പം അതിൻ്റെ പ്രായമാണ്. പിന്നെ 2 കൾച്ചറൽ അക്കാദമിയുടെ ഉദ്ഘാടനം കൂടിയാണ്. അപ്പോൾ ബഷീറിന്റെ ഓർമ്മദിനമാണ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജൂലൈ 5-ാം തീയതിയാണ്. അതിന്റെ ആചരണമായിട്ടാണ് നമ്മൾ ഈ ബഷീറിന്റെ ഓർമ്മ പുതുക്കാനും ആളുടെ പുസ്തകങ്ങൾ വായിക്കാനും സാഹിത്യം രചിക്കാനൊക്കെ ഉള്ള പ്രത്യേകത പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞില്ലേ. ഇന്നെന്താ നമ്മുടെ ഓക്കെ, വേറെന്താ? പാത്തുമ്മയാണ്. ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം ഒരുപാട് കാലമായി നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയമായിരുന്നു ഒരു കൾച്ചറൽ അക്കാദമി. ആ അക്കാദമി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വേദിയിൽ നമുക്ക് മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഒരു യുവ സംവിധായകനാണ്. സംവിധായകൻ, എഴുത്തുകാരൻ, അഭിനേതാവ് എന്നീ എല്ലാ മേഖലകളും. തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ MK വർഗീസ് വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ, KA തുളസി എന്നിവരുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അംഗത്വം നൽകി ഷാൾ അണിയിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോസഫ് ചാലിശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. എന്നും താൻ കോൺഗ്രസുകാരനായിരുന്നുവെന്നും MK വർഗീസ് പറഞ്ഞു. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസപിതാവിന്റെ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. റെക്ടർ ഫാദർ ജോസഫ് പൂവത്തുകാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ എഡ്വിൻ ഐനിക്കൽ, ട്രസ്റ്റി ഷിജോ തരിയൻ, ജസ്റ്റിൻ മുള്ളൂർ, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല, തിരുനാൾ കൺവീനർ ബെന്നി വേങ്ങിക്കൽ, PRO സിനിൽ കൊടുമ്പിലായിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. 251 കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. വട്ടനാത്തറ പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും വിളിച്ചുചൊല്ലി പ്രായച്ചിത്തവും ഭഗവതി സേവയും ഞായറാഴ്ച നടക്കും. വിളിച്ചുചൊല്ലി പ്രായച്ചിത്തം രാവിലെ 10-നും ഭഗവതി സേവ വൈകിട്ട് 6-നുമാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി, വടക്കേടത്ത് പെരുമ്പടപ്പ് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. കല്ലൂർ വീട്ടിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ജൂലൈ 7 മുതൽ 15 വരെ ആഘോഷിക്കുന്നു. എല്ലാ ദിവസവും ഗണപതി ഹോമം, ത്രികാലമായി മുളപൂജ, പ്രഭാത പൂജ, ഉപദേവതാ പൂജ, പുരാണ പാരായണം, താന്ത്രിക ഹോമങ്ങൾ, ഹോമ കലശാഭിഷേകം, ഉച്ചപൂജ, ഭഗവതി സേവ, സാമൂഹ്യ ആരാധന, പ്രഭാഷണം, സ്ഥലശുദ്ധി, അത്താഴപൂജ തുടങ്ങിയവ നടത്തും. ക്ഷേത്രാചാര്യൻ കാരുമാത്ര TS വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സുരക്ഷാ അപകട ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായുള്ള യോഗം ഞായറാഴ്ച രാവിലെ 10:30 പാലക്കപ്പറമ്പ് VLP സ്കൂളിൽ നടക്കും.
മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെയും കൊടകര നേത്രജ്യോതി കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ ഞായറാഴ്ച സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും. മറ്റത്തൂർ കൃഷിഭവൻ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ്. വെണ്ടോർ സെന്റ് മേരീസ് പള്ളി KCYM യൂണിറ്റും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, കൊടകര ശാന്തി ഹോസ്പിറ്റലുകളുടെയും വെണ്ടോർ റോസ മിസ്റ്റിക്ക ഹോമിയോപ്പതി ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ വെണ്ടോർ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും സംഘടിപ്പിക്കുന്നു. ജനറൽ മെഡിസിൻ, കാർഡിയോളജി, ഡെർമറ്റോളജി, ENT, ഓർത്തോപീഡിക്, പീഡിയാട്രിക്, ഒഫ്താൽമോളജി, ഹോമിയോപ്പതി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാകും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 6 തിങ്കളാഴ്ച രാവിലെ 10-ന് അസൽ രേഖകളുമായി സ്കൂൾ ഓഫീസിൽ നേരിട്ട് എത്തണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,450 രൂപയും പവന് 1,07,600 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ മാവിൻചുവട് കുണ്ടുകുളങ്ങര തളിക്കുളം വറീത് ഭാര്യ മേരി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽസ് പള്ളിയിൽ. ലിസി, ജാൻസി, ടെസ്സി, എൽസി, ഗ്രേസി, പരേതനായ ജോൺസൺ എന്നിവർ മക്കളും. തങ്കമ്മ, ജോണി, ജോസ്, അന്തോണി, റാഫി, പരേതനായ വർഗീസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് റോഡ് നിർമ്മാണത്തിന് മണ്ണ് മാറ്റുന്നതിനിടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ പ്രധാന കേബിളുകൾ പൊട്ടി. ജില്ലയിൽ ഇന്റർനെറ്റ് വിതരണത്തിൽ നേരിയ തടസ്സം. നെടുപുഴ മല്ലിത്തറ കോൾപ്പാടത്ത് മിനി ബോട്ട് മുങ്ങി കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. മരിച്ചത് തൃക്കൂർ കരുവന്നൂർ സ്വദേശികൾ. കോഴിക്കോട് സ്പർശ ഗോൾഡിൽ നിക്ഷേപ തട്ടിപ്പിന് ഇരയായെന്നാരോപിച്ച് ഉടമയുടെ തൊട്ടിപ്പാളിലെ വസതിയിലേക്ക് നിക്ഷേപകരുടെ പ്രതിഷേധം. പുതുക്കാട് ദേശീയപാതയിൽ അപകടക്കെണിയായി കുഴികൾ. കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികന് സാരമായി പരിക്ക്. പുതുക്കാട് കാഞ്ഞുപാടത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. ചിമ്മിനിയിൽ നിന്നുള്ള AB കേബിളുകളും വൈദ്യുത ലൈനുകളും പൊട്ടി. പുതുക്കാട് SN പുരം ഫ്രണ്ട്സ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.